ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ലേ മിസറബിൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ ഇതേ പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ട് ബില്ലി ഓഗസ്റ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ നോവലിലെ കഥയിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സിനിമയിലും അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ആ സിനിമയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The film opens with Jean Valjean being released on parole after serving 19 years in prison for stealing a loaf of bread. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജീൻ വാൾജിനെ പരോളിന് പറഞ്ഞയച്ചിരിക്കുകയാണ്. 19 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷമാണ് അയാൾ പരോളിന് പുറത്തിറങ്ങുന്നത്. അയാൾ ചെയ്തിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ഒരു കഷ്ണം റൊട്ടി അയാൾക്ക് വിശന്ന സമയത്ത് മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് അയാൾക്ക് ഇത്ര ദീർഘകാലമായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. He is branded a dangerous man by Inspector Javert. ഇനി ഇയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ് എന്നുള്ള കാരണം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള സംവിധാനത്തിന് പകരമൊക്കെ ഒരു പേപ്പറാണുള്ളത്. അതിനകത്ത് ഇയാൾ ഒരു കുറ്റവാളിയാണ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇയാൾക്ക് ഇതും കൊണ്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. വാൾജീൻ, unable to find shelter and work due to his criminal past, sleeps on the streets. അപ്പോൾ ഇയാൾക്ക് വേറൊരു സ്ഥലത്ത് അഭയം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. കാരണം ഇയാളൊരു കുറ്റവാളിയാണെന്നാണ് ഇയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ പേപ്പറിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇയാൾ ഇങ്ങനെ തെരുവിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. ഹീസ് ടേക്കൺ ഇൻ ബൈ ബിഷപ്പ് മൈറിയൽ ഹൂ ഷോസ് ഹിം കൈൻഡ്നെസ്. അങ്ങനെ ഇയാൾ തെരുവിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് ഇയാളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ എന്നെ ആരും എവിടെ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കാറുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ബിഷപ്പിൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇയാൾ ബിഷപ്പിൻ്റെ അടുത്ത് പോകുമ്പോൾ ബിഷപ്പ് ഇയാൾക്ക് അഭയം കൊടുക്കുന്നു. വാൾജീൻ സ്റ്റീൽസ് സിൽവർ സ്പൂൺസ് ഫ്രം ദ ബിഷപ്പ് ബട്ട് ഈസ് കോട്ട് ബൈ ദ പോലീസ്. അങ്ങനെ അന്ന് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രി അവിടെ നിന്ന് സിൽവർ സ്പൂൺസ് മോഷ്ടിച്ചുകൊണ്ട് വാൾജീൻ പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഇയാൾക്ക് അധിക ദൂരം പോകാൻ പറ്റുന്നില്ല. പോലീസ് ഇയാളെ കണ്ടെത്തി സെർച്ച് ചെയ്തിട്ട് ഈ സ്പൂൺ കണ്ടെത്തിയിട്ട് ഇയാളെ പിടിച്ച് ബിഷപ്പിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഹൗവർ ദ ബിഷപ്പ് കവേഴ്സ് ഫോർ ഹിം, ടെല്ലിംഗ് ദ പോലീസ് ദാറ്റ് ദ സിൽവർ വാസ് എ ഗിഫ്റ്റ്. He even gives Valjean his silver candlesticks to help him begin a new life. പക്ഷേ ഇയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പ് പറയുന്നത് വാൾജീൻ ഇത് മോഷ്ടിച്ചതല്ല, ഞാനിത് വാൾജീന് കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സിൽവറിൻ്റെ കാൻഡിൽ സ്റ്റിക്സ് കൂടി എടുത്തുകൊണ്ട് ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് തന്നതല്ലേ, നിങ്ങൾ എന്താ ഇത് കൊണ്ടുപോകാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അതുകൂടി വാൾജീന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടച്ച്ഡ് ബൈ ദ ബിഷപ്സ് മേഴ്സി, വാൾജീൻ ഡിസൈഡ് ടു ടേൺ ഹിസ് ലൈഫ് അറൗണ്ട്. അങ്ങനെ ഈ 19 വർഷം ഈ കുറ്റവാളികളുടെ കൂടെ ജയിലിലൊക്കെ കിടന്നുകൊണ്ട് ആകെ ഒരു മോശം മനുഷ്യനായി തീർന്നിട്ടുണ്ടായിരുന്ന വാൾജീൻ ബിഷപ്പിൻ്റെ ഈ ഒരു ദയ കാണുന്ന സമയത്ത് തൻ്റെ ജീവിത രീതിയൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. പാർട്ട് 2. ദ സ്റ്റോറി ജംപ്സ് ഫോർവേഡ് 9 years. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള രീതിയിലാണ് സിനിമയിൽ അടുത്ത ഭാഗം കാണിക്കുന്നത്. Valjean, using a new identity, has become a successful factory owner and mayor of a town. ഈ സമയം കൊണ്ട് വാൾജീൻ പുതിയൊരു ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫാക്ടറി ഓണറും അതുപോലെ തന്നെ ഇയാളുടെ നല്ല സ്വഭാവമൊക്കെ കണ്ടിട്ട് അവിടുത്തെ ആളുകൾ ഇയാളെ അവിടുത്തെ മേയറായിട്ടൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കഥ കാണുന്നത്. Javert, now a police inspector in the same town, recognizes Valjean and becomes determined to recapture him. ഈ സമയത്താണ് പഴയ ഇൻസ്പെക്ടറായിട്ടുള്ള ജാവേർട്ട് ഈ നഗരത്തിൽ പുതിയ ഇൻസ്പെക്ടറായിട്ട് ചാർജ് എടുക്കുന്നത്. പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ട് മേയറിനെ സന്ദർശിക്കാൻ പോകുന്നു. അപ്പോൾ ഇയാളെ കാണുന്ന സമയത്ത് ഇത് പഴയ എവിടെയോ കണ്ടുപരിചയമുള്ള മുഖമാണ് എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ട് വാൾജീൻ ആണെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാവുന്നു. എങ്ങനെയെങ്കിലും ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഈ ഇൻസ്പെക്ടർ കാര്യങ്ങൾ നീക്കുകയാണ്. ഹി ഡെസ്പെറേറ്റ്ലി ലുക്സ് ഫോർ എവിഡൻസ്. പക്ഷേ ഒരു മേയറിനെ അടുത്ത് പോയിട്ട് നിങ്ങൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, തെളിവ് വേണം എന്നുള്ള കാരണം കൊണ്ട് തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് ഇൻസ്പെക്ടർ കടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ നഗരത്തിൽ ഒരു സെൻസസ് ഒക്കെ അയാൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ പേപ്പർ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വാൾജീനാണെങ്കിൽ പുതിയൊരു പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പുതിയ പേരൊക്കെ വെച്ചിട്ട്. അത് കാരണം കൊണ്ട് ഈ ഇൻസ്പെക്ടർക്ക് ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ തെളിവ് കണ്ടെത്താൻ കഴിയും എന്നുള്ള പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാവർട്ട് നടക്കുകയാണ്. Valjean encounters Fantine, a
എ സ്ട്രഗ്ലിംഗ് ഫാക്ടറി വർക്കർ ഹു ഈസ് ഫയർഡ് ബൈ ദ ഫോർമാൻ ഹു ഡിസ്കവേഴ്സ് ഷീ ഹാസ് എൻ ഇല്ലിജിമിറ്റ് ഡോട്ടർ നെയ്മഡ് കൊസെറ്റ്. ഈ സമയത്ത് പുതിയൊരു കഥാപാത്രം കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഫാൻറ്റൈൻ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അവർ ഫാക്ടറിയിൽ ജോലിക്കാരിയാണ്. അവരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അവർക്ക് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ഡോട്ടർ ഉണ്ട്, ഒരു മകളുണ്ട് എന്നുള്ളതാണ് പിരിച്ചുവിടാനുള്ള കാരണം. അതായത് 19-ാം നൂറ്റാണ്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിയാതെ ഒരു മകളുണ്ടെന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ അവർ തയ്യാറല്ല. ഈ സ്ത്രീയെ അങ്ങനെ അവർ ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. Fantine becomes gravely ill and asks Valjean to take care of Cosette, who is with the Thénardiers, who keep asking for money to look after her. ഫാൻറ്റൈൻ ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ട് വേറെ ആരും ജോലി കൊടുക്കാതെ അവൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പോവേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. പിന്നീട് അവൾക്ക് അസുഖം ബാധിച്ചിട്ട് ചുമ, ഈ ബ്ലഡ് കഫ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ളൊരു അസുഖമൊക്കെ അവർക്ക് ബാധിച്ചിട്ട് അവർ കിടപ്പിലാവുന്നൊരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് ആണ് വാൽജീൻ ഇവരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ ഈ സ്ത്രീ വാൽജീനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വാൽജീൻ പറയുന്നുണ്ട്, മാനേജർ ചെയ്തതാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് അടുത്ത് വന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ ഈ മകളുടെ കാര്യം പറയുന്നു. ടെർനാഡിയേഴ്സ് എന്ന് പറയുന്ന ഒരു നടത്തുന്ന, അതായത് സത്രം നടത്തുന്ന ആളുകളുടെ അടുത്താണ് മകളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണെങ്കിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾക്ക് പനി വന്നു, അപ്പോൾ മരുന്ന് വാങ്ങി, അതിന് പൈസ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആർത്തിയുള്ള ആളുകളാണ്. കാരണം അവർക്ക് ചിലവാകുന്നതിനേക്കാൾ കൂടുതൽ പൈസയാണ് ഇവളുടെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവളുടെ അവസ്ഥ എന്ന് പറയുന്നതും മകളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ള കാര്യം വാൽജീനോട് ഇവള് അപേക്ഷിക്കുന്നു. പിന്നീടാണ് കഥയിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാവുന്നത്. ഒരു ദിവസം ജാവേർട്ട് അപ്പോളജൈസസ് ടു വാൽജീൻ ഫോർ ഡൗട്ടിങ് ഹിം ആസ് ഹി ഇൻഫോംസ് ദ റിയൽ വാൽജീൻ ഹാസ് ബീൻ ഫൗണ്ട്. ഒരു ദിവസം ഈ ഇൻസ്പെക്ടർ ജാവേർട്ട് വാൽജീൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു, നിങ്ങളൊരു കുറ്റവാളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പദ്ധതികളൊക്കെ തയ്യാറാക്കി. പക്ഷേ യഥാർത്ഥത്തിലുള്ള വാൽജീനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള അയാളാണ് യഥാർത്ഥ വാൽജീൻ. അയാളുടെ വിചാരണ നാളെ നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇൻസ്പെക്ടർ ജാവേർട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു. At the trial, unable to witness another man being punished on his behalf, he announces to the court that he is the real Valjean. അപ്പോൾ ഈ വിചാരണയുടെ അടുത്തേക്ക് ഇദ്ദേഹം പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം കാണുന്നത് കുറച്ച് മാനസിക അസ്വാസ്ഥ്യമൊക്കെയുള്ള ഒരാളെയാണ് ഇവർ ജീൻ വാൽജീൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരോള് ലംഘിച്ചിട്ട് പുറത്തിറങ്ങി നടന്നതിൻ്റെ പേരിൽ ഇനി അയാൾക്ക് കിട്ടാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം എടുക്കേണ്ടി വരുന്ന ജയിൽ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ തൻ്റെ പേരിൽ മറ്റൊരാൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന് കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യാതെ കോടതിയിൽ വെച്ചിട്ട് ജീൻ വാൽജീൻ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്തോടെ മേയറായിട്ടുള്ള ഈ വാൽജീൻ പ്രഖ്യാപിക്കുന്നത്, ഇയാളല്ല, ഞാനാണ് യഥാർത്ഥത്തിലുള്ള വാൽജീൻ, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കുറ്റവാളി ഞാനാണ് എന്ന് അയാൾ അവിടെ പ്രഖ്യാപിക്കുന്നു. They don't believe him at first, thinking he is trying to save a poor man, but soon send the police to arrest him. തുടക്കത്തിൽ ഇയാളെ അവർ വിശ്വസിക്കുന്നില്ല. കാരണം ഇയാൾക്ക് മറ്റുള്ളവരോട് ദയ കാണിച്ചിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നുണ പറയാനാണ് അവർ ആദ്യം കരുതുന്നത്. പക്ഷേ ഇൻസ്പെക്ടർ ജാവേർട്ടും മറ്റൊക്കെ അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഉടൻ തന്നെ ഇയാൾ തന്നെയാണ് വാൽജീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ അയക്കുന്നു. Valjean gives the ownership of the factory to the workers and leaves with his saved money. വാൽജീൻ തൻ്റെ കമ്പനിയുടെ ഈ ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം അവിടുത്തെ തൊഴിലാളികളുടെ പേരിൽ എഴുതി വെച്ചിട്ട് അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പണവും എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. He finds Cosette being treated like a worker at the Thénardiers. ഇനി ഫാൻറ്റൈൻ, ആ ഫാക്ടറിയിലെ ഈ മരിച്ചു പോയിട്ടുള്ള ആ തൊഴിലാളിയുടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ സംരക്ഷിക്കാമെന്ന് ഇയാൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ആ കുട്ടിയെ അന്വേഷിക്കാനാണ് ഇയാൾ ആദ്യം പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ആ ചെറിയ കുട്ടിയെ, ഒരു 5-6 വയസ്സായിട്ടുള്ള ആ കുട്ടിയെ അവിടുത്തെ ജോലിക്കാരി എന്ന രീതിയിലാണ് അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഹി ടേക്സ് ഹെർ വിത്ത് ഹിം ആൻഡ് ഗോസ് ടു പാരീസ്. അവളെയും കൂട്ടിക്കൊണ്ട് അയാൾ പാരീസിലേക്ക് പോവുകയാണ്. അവിടുന്ന് There they take refuge in convent and spend 10 years there.
അവിടെ പോയിട്ടൊരു കോൺവെൻറ്റിൽ, ഒരു കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് ഇവർ അഭയം തേടുകയാണ്. അപ്പോൾ ഇവരുടെ പിന്നാലെ ഇങ്ങനെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഇയാൾ കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് അഭയം തേടിയിട്ട് ഇയാൾ അവിടെ ഗാർഡനറായിട്ടും ഈ കുട്ടിയെ അവിടെ നിർത്തി പഠിപ്പിക്കുന്ന രീതിയിലും അവിടെ അഭയം തേടുകയാണ്. ഈ ഇൻസ്പെക്ടർ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വരുന്നുണ്ടെങ്കിലും ആ കന്യാസ്ത്രീ മഠത്തിലെ സ്ത്രീ പറയുന്നത് ഇതൊരു സ്ത്രീകൾ താമസിക്കുന്ന കന്യാസ്ത്രീ മഠമാണ്, ഇവിടെ പോലീസിന് കയറി സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് ഇൻസ്പെക്ടറെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ 10 വർഷക്കാലമാണ് പിന്നീട് അവരവിടെ ജീവിക്കുന്നത്. പാർട്ട് 3 പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള രീതിയിലാണ് സിനിമയുടെ ലാസ്റ്റ് പാർട്ട് വരുന്നത്. കൊസറ്റ് ടെൽസ് വാൾജീൻ ദാറ്റ് ഷീ ഡസൻ വാണ്ട് ടു ബിക്കം എ നൺ. അപ്പോഴേക്കും ഒരു 17-18 വയസ്സൊക്കെ ആയിട്ടുള്ള ഈ കൊസറ്റ് പറയുന്നത് എനിക്കൊരു കന്യാസ്ത്രീ ആവണ്ട, എനിക്ക് പുറത്തു പോയിട്ട് പുറം ലോകത്ത് ജീവിക്കണം എന്നുള്ള രീതിയിലാണ്. ദ ലീവ് ദ കോൺവെൻറ്റ് വിത്ത് എ ന്യൂ ഐഡൻറ്റിറ്റി. വാൾജീൻ തൻ്റെ പേര് മാറ്റിക്കൊണ്ട് അവർ രണ്ടുപേരും വന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. The film depicts the June Rebellion of 1832 led by student revolutionaries including Marius Pontmercy who falls in love with Cosette. അങ്ങനെ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്നത് നാട്ടിലാകെ വിപ്ലവമൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. ഇങ്ങനെ തെരുവിൽ ആളുകൾ ഇങ്ങനെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നതും ഇങ്ങനെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, യോഗങ്ങൾ, പ്രതിഷേധങ്ങൾ, അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെയാണ് ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്നത്. അങ്ങനെ തെരുവിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ മാരിയൂസ് എന്ന് പറയുന്ന ആൾ. അയാളുടെ പ്രസംഗം കണ്ടുകൊണ്ടാണ് ഇവള് അയാളുടെ അടുത്തേക്ക് പോകുന്നതും പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും സൗഹൃദമാവുന്നതും പ്രണയമാവുകയൊക്കെ ചെയ്യുന്നത്. ജാവർട്ട് ഫൈൻഡ്സ് വാൾജീൻ വിയ കൊസറ്റ് വൈൽ സ്പൈയിങ് ഓൺ മാരിയസ്. ജാവർട്ട് ഈ സമയത്ത് അവിടുത്തെ പോലീസ് മേധാവിയാണ്. എന്നിട്ട് ഈ മാരിയസ് എന്ന് പറയുന്ന ആൾ ഈ വിപ്ലവകാരികളുടെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ ജാവർട്ട് ഇയാളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇയാളുടെ പുറകെ ചാരന്മാരെയൊക്കെ അയച്ചിട്ടുണ്ട്. അവർ വഴിയാണ് ഇയാൾ മനസ്സിലാക്കുന്നത് കൊസറ്റ് എന്ന പേരിലൊരു പെൺകുട്ടിയുമായിട്ട് ഇയാൾ പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ അതുവഴി ചെല്ലുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് വാൾജീൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അയാൾ വേറൊരു പേരിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഇൻസ്പെക്ടർ ജാവർട്ട് വീണ്ടും കണ്ടെത്തുന്നു. ജാവർട്ട് ഫോളോസ് മാരിയൂസ് ടു ഫൈൻഡ് വാൾജീൻസ് ഹൈഡിംഗ് പ്ലേസ്. അപ്പോൾ വാൾജീനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവർട്ട് ഒരു തവണ പോകുമ്പോൾ അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് അയാൾ എവിടെയാണ് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജാവർട്ട് ചെയ്യുന്നത് ഈ മാരിയൂസിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മാരിയൂസ് ഈ വിപ്ലവകാരിയായിട്ടുള്ള യുവാവ് ഈ കൊസറ്റുമായിട്ട് പ്രണയത്തിലാണ്. അപ്പോൾ രാത്രി ഈ കൊസറ്റിൻ്റെ വീടിൻ്റെ പുറകുവശത്ത് നിന്നിട്ട് അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഇൻസ്പെക്ടർ ജാവർട്ട് ഈ മാരിയൂസിൻ്റെ പുറകെ ചെന്നിട്ട് ഇയാൾ എവിടേക്കാണ് പോകുന്നത്, കൊസറ്റിൻ്റെ വീട് കണ്ടുപിടിക്കാം, അങ്ങനെ വാൾജീനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ അയാൾ പിന്തുടരുന്നു. ബട്ട് മാരിയൂസ് ക്യാപ്ചേഴ്സ് ജാവർട്ട് ഇൻ ദ ഫൈറ്റ് ആൻഡ് ടേക്സ് ഹിം ടു ദ റെവല്യൂഷണറീസ് ടു എക്സിക്യൂട്ട്. പക്ഷേ അവിടെ വെച്ചിട്ടുണ്ടാവുന്ന ഈ ഒരു ഫൈറ്റിൽ ഈ മാരിയൂസ് ഈ ഇൻസ്പെക്ടർ ജാവർട്ടിനെ ബന്ദിയാക്കുന്നു. അയാളെ പിടിച്ചു കെട്ടിയിട്ട് ഈ വിപ്ലവകാരികളുടെ അടുത്തേക്ക് അയാളെ കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയിട്ട് സ്വാഭാവികമായിട്ടും അയാളെ കൊല ചെയ്യാനുള്ള പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ദ റെവല്യൂഷൻ ഹൈറ്റൻസ് ആൻഡ് വാൾജീൻ ഗോസ് ടു മീറ്റ് മാരിയൂസ് ടു അപ്രൂവ് ദ വെഡ്ഡിംഗ് വിത്ത് കൊസറ്റ്. അപ്പോഴേക്കും ഈ വിപ്ലവമൊക്കെ ആകെ ശക്തമാവുന്നുണ്ട്. ഈ തെരുവിലുടനീളം ഇങ്ങനെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ട് പോലീസുകാർ അവരുടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ വിപ്ലവകാരികൾ ഈ പാറക്കല്ലും അതുപോലെ തന്നെ ഈ പഴയ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടു വശത്ത് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഈ വെടിയുതിർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണ് പിന്നെ ആ സമയത്തുള്ളത്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും വാൾജീന് മനസ്സിലാവുന്നു കൊസറ്റിന് ഇയാളെ എത്ര കണ്ട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ട് മാരിയൂസിൻ്റെ അടുത്ത് പോയിട്ട് അവർ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം അറിയിക്കാൻ വേണ്ടിയിട്ട് വാൾജീൻ പോകുന്നു. ദെൻ ഹി വിറ്റ്നസസ് ദ ബാരിക്കേഡ് ബാറ്റിൽ ആൻഡ് ജോയിൻസ് ദം. അവിടെ വെച്ചിട്ട് ഈ ബാരിക്കേഡ് ബാറ്റിൽ അയാൾ കാണുന്നുണ്ട് ഒരു ചെറിയ കുട്ടീനെയൊക്കെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന കാര്യമൊക്കെ വാൾജീൻ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഘർഷാവസ്ഥയിൽ വാൾജീൻ അവരുടെ കൂടെ കൂടുകയാണ്. When they were going to kill Javert, Valjean tells them he will do it, takes him to an empty alley and let him escape. അങ്ങനെ ഈ വിപ്ലവകാരികൾ അവിടെ ഇൻസ്പെക്ടർ ജാവർട്ടിനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാൾജീൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇവർ അയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വാൾജീൻ പറയുന്നു അയാളെ ഞാൻ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് തെരുവിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വാൾജീൻ ആകാശത്തേക്ക് വെടിയുതിർത്തിട്ടൊരു വെടിയൊച്ചയുടെ ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഇൻസ്പെക്ടർ ജാവേർട്ടിനെ കെട്ടഴിച്ചിട്ട് സ്വതന്ത്രനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അവിടെ ഒരു സംഭാഷണം ഉണ്ടാവുന്നുണ്ട്. ജാവേർട്ടിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു അവസരത്തിലും എങ്ങനെയാണ് വാൾജീൻ തന്നെ കൊല്ലാതെ ഇങ്ങനെ വെറുതെ വിടുന്നതെന്നുള്ള കാര്യം.
അതിനുശേഷം ഈ കലാപം വിപ്ലവം കൂടുതൽ രക്തരൂഷിതമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. വാൽജീൻ സേവ്സ് മാരിയൂസ് ഡ്യൂറിങ് ദ ബാരിക്കേഡ് ബാറ്റിൽ ആൻഡ് ടേക്സ് ഹിം ടു കൊസറ്റ്. അവിടെ വെച്ചിട്ട് മാരിയൂസിന് പരിക്കേൽക്കുന്നുണ്ട്. ഈ വെടിയുതിർക്കലും ഗ്രനേഡ് എറിയലും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഫോടനത്തിൽ വെച്ചിട്ട് ഇയാൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. വാൽജീനാണ് ഇയാളെ ഈ പോലീസുകാരുടെ കയ്യിൽ പെടാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ കൊസറ്റിൻ്റെ അടുത്തേക്ക് ഇയാളെ എടുത്തുകൊണ്ട് പോകുന്നത്. ഹി ദെൻ ഗെറ്റ്സ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ്. ഇയാൾ വാൽജീൻ എന്നുള്ള കാര്യം അറിയാം അവർക്ക്. കൂടാതെ തന്നെ ഇയാൾ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാരണം കൊണ്ടൊക്കെ അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാവർട്ട് കൺഫ്ലിക്റ്റഡ് വിത്ത് ഹിസ് പെർസെപ്ഷൻ ഓഫ് ഡ്യൂട്ടി ആൻഡ് ജസ്റ്റിസ് ലെറ്റ്സ് വാൽജീൻ ഫ്രീ. അപ്പോൾ ഈ സമയത്ത് ഇൻസ്പെക്ടർ ജാവർട്ട് ആണ് ആ പോലീസുകാരുടെ കൂടെയുള്ളത്. ആ ബാക്കിയുള്ള പോലീസുകാരെ പറഞ്ഞയച്ചിട്ട് ഇൻസ്പെക്ടർ ജാവർട്ടും ഈ വാൽജീനും ഒറ്റയ്ക്ക് പോവുകയാണ്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും അയാളുടെ ഇതുവരെയുള്ള നീതി, അതുപോലെ തന്നെ ഈ നിയമം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് വാൽജീൻ മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു സംഘർഷത്തിൽ അയാൾ ഈ വാൽജീൻ അവിടെ സ്വതന്ത്രനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഹി പുട്സ് വാൽജീൻസ് കഫ്സ് ഓൺ ഹിസ് ഓൺ ഹാൻഡ്സ് ആൻഡ് ജംപ്സ് ഇൻ ടു ദ വാട്ടർ ടു എൻഡ് ഹിസ് ലൈഫ്. ഈ ജീൻ വാൽജീൻ്റെ കയ്യിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്ന വിലങ്ങുകൾ അഴിച്ചിട്ട് സ്വന്തം കയ്യിൽ അണിഞ്ഞിട്ടാണ് ഇൻസ്പെക്ടർ ജാവർട്ട് അവിടെയുള്ള പുഴയിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഈ വാൽജീൻ സ്വതന്ത്രനായിട്ട് പോകുന്നതായിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആ നോവലിലുള്ളത് പോലെ തന്നെ എന്താണ് നീതി, എന്താണ് നിയമം, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം തുടങ്ങിയിട്ടുള്ള തീമുകളാണ് ഈ സിനിമയിലും ആവിഷ്കരിച്ചിട്ടുള്ളത്. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സിനിമോട്ടോഗ്രഫി, കൂടാതെ തന്നെ അവരുടെ ക്യാരക്ടർ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളതെല്ലാം നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ടതാണ്. അതെല്ലാം വളരെ നല്ല രീതിയിലാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ ആൻഡ് വേർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? എന്ന് എവിടെ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്? ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ 19th century ഫ്രാൻസ്, പ്രൈമർലി ഇൻ പാരീസ്. ഈ കഥ നടക്കുന്നത് 19ാം നൂറ്റാണ്ടിലുള്ള ഫ്രാൻസിലാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. വൈ ആൻഡ് ഹൗ ലോങ് വാസ് വാൽജീൻ ഇംപ്രിസൻഡ്? ഈ വാൽജീൻ എത്ര കാലത്തേക്ക് എന്തിൻ്റെ പേരിലാണ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്? വാൽജീൻ വാസ് ഇംപ്രിസൻഡ് ഫോർ 19 years ഫോർ സ്റ്റീലിംഗ് എ ലോഫ് ഓഫ് ബ്രെഡ്. ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചു എന്നുള്ള കുറ്റത്തിൻ്റെ പേരിലാണ് 19 വർഷത്തെ തടവ് ശിക്ഷ വാൽജീൻ അനുഭവിക്കുന്നത്. ഹൗ ഡിഡ് വാൽജീൻ റീപേ ദ കൈൻഡ്നെസ് ഓഫ് ദ ബിഷപ്പ് ദ വെരി നെക്സ്റ്റ് മോർണിംഗ്? ഇനി ഈ ബിഷപ്പിൻ്റെ ദയ എങ്ങനെയാണ് വാൽജീൻ റീപേ ചെയ്യുന്നത്? വാൽജീൻ റീപേഡ് ദ കൈൻഡ്നെസ് ഓഫ് ദ ബിഷപ്പ് ബൈ ചേഞ്ചിങ് ഹിസ് വേസ് ആൻഡ് ബിക്കമിങ് എ ന്യൂ മാൻ ഹൂ ഹെൽപ്സ് അതേഴ്സ്. തൻ്റെ ഈ പാസ്റ്റിലുള്ള ഈ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മാറ്റിവെച്ചിട്ട് പുതിയൊരു മനുഷ്യനായി മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യനായിട്ട് മാറിക്കൊണ്ടാണ് ഈ ബിഷപ്പ് തന്നോട് കാണിച്ച ദയക്ക് ഇയാൾ റീപേ ചെയ്യുന്നത്. വാട്ട് ഡിഡ് വാൽജീൻ പ്രോമിസ് ദ ഡയിങ് ഫാൻറ്റൈൻ? ഈ ഫാൻറ്റൈൻ എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുള്ള ആ തൊഴിലാളി മരിച്ചു പോകുന്ന സമയത്ത് എന്താണ് വാൽജീൻ അവർക്ക് കൊടുക്കുന്ന പ്രോമിസ്? വാൽജീൻ പ്രോമിസ് ദ ഡയിങ് ഫാൻറ്റൈൻ ദാറ്റ് ഹി വുഡ് ടേക്ക് കെയർ ഓഫ് ഹർ ഡോട്ടർ കൊസറ്റ്. അവരുടെ മകളായിട്ടുള്ള കൊസറ്റിനെ അയാൾ സംരക്ഷിക്കും എന്നുള്ള രീതിയിലാണ് അയാൾ വാക്ക് കൊടുക്കുന്നത്. വേർ ഡിഡ് കൊസറ്റ് വർക്ക് ആസ് എ സ്മോൾ ചൈൽഡ്? ഈ ചെറിയ കുട്ടിയായിരുന്ന കൊസറ്റ് എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? കൊസറ്റ് വർക്ക്ഡ് ആസ് എ സ്മോൾ ചൈൽഡ് അറ്റ് ദ തെർനാഡിയേഴ്സ് ഇൻ. തെർനാഡിയേഴ്സ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഒരു സത്രമുണ്ട്, അവിടെയാണ് ഈ ചെറിയ കുട്ടി ജോലി ചെയ്തിരുന്നത്. വിച്ച് സോഷ്യൽ ക്ലാസ് ലിഡ് ദ റെവല്യൂഷൻ? ഇനി ഈ വിപ്ലവം നയിച്ച സാമൂഹിക വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ റെവല്യൂഷൻ വാസ് ലെഡ് ബൈ ദ ലോവർ സോഷ്യൽ ക്ലാസ്സസ്, പർട്ടിക്കുലർലി സ്റ്റുഡൻസ് ആൻഡ് വർക്കേഴ്സ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിലുള്ള ലോ ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിൽ പുറകിൽ നിൽക്കുന്ന വിഭാഗത്തിലെ ആളുകളും വിദ്യാർത്ഥികളുമാണ് ഈ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഹൗ വാസ് മാരിയൂസ് വൂണ്ടഡ് ഇൻ ദ ബാറ്റിൽ? ഇനി ഈ ബാറ്റിലിനകത്ത് മാരിയൂസ്, ആ വിപ്ലവകാരികളുടെ നേതാവ്, അതുപോലെ തന്നെ കൊസറ്റിൻ്റെ കാമുകനായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് പരിക്കേൽക്കുന്നത്? മാരിയൂസ് വാസ് വോണ്ടഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് ദ ബാരിക്കേഡ് വെൻ ദ പോലീസ് ഫയർഡ് ഗ്രനേഡ്സ്. ഇവർ ബാരിക്കേഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് വെടിയുതിർക്കുകയും ഗ്രനേഡ് എറിയുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് മാരിയൂസിന് പരിക്കേൽക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതും ഈ സമ്മറിയിലെ പോയിന്റ്സും എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഈസ് ദ ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റം പോർട്രേഡ് ത്രൂ ഔട്ട് ദ മൂവി? ഈ ഫ്രാൻസിലെ നിയമ സംവിധാനത്തിനെ എങ്ങനെയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്?
portrayed as harsh and unforgiving, exemplified by lengthy sentences for minor crimes, relentless pursuit of ex-convicts like Valjean, and Javert's rigid adherence to the law. വളരെ ക്രൂരമായിട്ടുള്ളൊരു സംവിധാനം എന്ന രീതിയിലാണ് ഫ്രാൻസിലെ നിയമവ്യവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് ബ്രെഡ് മോഷ്ടിച്ചതിനൊക്കെ 19 വർഷത്തെ തടവ് ശിക്ഷയൊക്കെയാണുള്ളത്. ആ രീതിയിൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു സംവിധാനം എന്ന രീതിയിലാണ്. കൂടാതെ അവിടെ നിന്ന് പരോളിന് ഇറങ്ങിയിട്ട് തിരിച്ചെത്തിയില്ലെങ്കിൽ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുക എന്നുള്ള രീതിയിലൊക്കെയുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. Lack of rehabilitation. The system focuses on punishment rather than reformation, making it difficult for ex-convicts to reintegrate into society. ഇനി ഈ സംവിധാനം പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ആളുകളുടെ തെറ്റ് തിരുത്തിയിട്ട് അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റാനുള്ളൊരു സംവിധാനമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് അവരെ ശിക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നൊരു ജസ്റ്റിസ് സിസ്റ്റമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മോറൽ ആംബിഗ്വിറ്റി shown through Valjean's struggle to escape the label of criminal despite his good deeds, highlighting the limitations of the justice system in recognizing personal change. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് മാറ്റം ഉണ്ടാവുക എന്നുള്ളൊരു അവസരം അവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റം കൊടുക്കുന്നില്ല. വാൾജീൻ തുടക്കത്തിൽ കള്ളനായിരുന്നെങ്കിലും പിന്നീട് വളരെയധികം മറ്റുള്ളവരെ സഹായിക്കുന്ന ദയയുള്ള ഒരു മനുഷ്യനായിട്ട് അയാൾ മാറുന്നുണ്ട്. പക്ഷേ അപ്പോഴും അയാളെ ക്രിമിനൽ എന്ന് തന്നെയാണ് അവർ മുദ്ര കുത്തുന്നത്. ആ രീതിയിൽ മനുഷ്യർക്ക് മാറാനുള്ളൊരു അവസരം കൊടുക്കാത്ത പണിഷിംഗ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് ഈ ഫ്രാൻസിലെ ജസ്റ്റിസ് സിസ്റ്റത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫ്ലാഷ് ബാക്സ്, ഡയലോഗ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ലെ മിസറബിൾസ്. ഇനി ഈ സിനിമയിലെ ഫ്ലാഷ് ബാക്ക്, ഡയലോഗ്, ക്യാരക്ടറൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്ലാഷ് ബാക്സ് യൂസ്ഡ് എഫക്റ്റീവ്ലി ടു ഡെപ്പിക്ട് വാൾജീൻസ് പാസ്റ്റ്, Fontaine's desperation, and Javert's unwavering pursuit, adding depth and complexity to their characters. ഫ്ലാഷ് ബാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ജീൻ വാൽജിൻ്റെ പാസ്റ്റ് അവിടെ കാണിക്കുന്നത്. ഇയാൾ പരോളിന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഇയാൾ ആ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത്. അതായത് വെറും തടവ് ശിക്ഷയല്ല, അവിടെ ഹാർഡ് ലേബർ എന്നാണ് പറയുന്നത്. ഈ കോറയിൽ പാറ പൊട്ടിക്കുന്ന പോലത്തെ ജോലിയാണ്, കൂലി പോലും കൊടുക്കാതെ അവരെ കൊണ്ട് അവിടെ ചെയ്യിക്കുന്നത്, വിശ്രമിക്കാൻ അനുവദിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജീൻ വാൽജിൻ ഓർത്തെടുക്കുന്ന തരത്തിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഫാൻഡൈൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും, പിന്നെ ജാവർട്ടിൻ്റെ ഈ പെർസ്യൂട്ട്, ജാവർട്ട് വാൽജീനെ തിരിച്ചറിയുന്നത്, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു വണ്ടിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ജീൻ വാൽജിൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വണ്ടി ഉയർത്താൻ വേണ്ടിയിട്ട് ശക്തി ഉപയോഗിക്കുന്ന കാണുന്ന സമയത്താണ് ഈ ഇൻസ്പെക്ടർ ജാവേർട്ട് പണ്ട് ഈ പാറക്കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് വാൽജിൻ ഈ ശക്തി പ്രയോഗിക്കുന്ന ഒരു രംഗം ഓർക്കുന്നത്. അങ്ങനെയാണ് ഇയാളാണ് വാൽജിൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. ആ രീതിയിൽ ഉള്ള രീതികൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലാഷ് ബാക്ക് സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് പവർഫുൾ ആൻഡ് മെമ്മറബിൾ, എംഫസൈസിങ് തീംസ് ഓഫ് റിഡംഷൻ, ജസ്റ്റിസ് ആൻഡ് സൊസൈറ്റൽ പ്രഷേഴ്സ്. സ്വാഭാവികമായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള, മെമ്മറബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് ജാവർട്ടും വാൽജീനും നേർക്കുനേർ വരുന്ന സമയങ്ങളിലുള്ളത്. പിന്നെ അതിനകത്ത് ഈ നീതി, അതുപോലെ തന്നെ റിഡംഷൻ തുടങ്ങിയിട്ടുള്ള തീമുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ കോടതിയിൽ വെച്ചിട്ടും ഇതുപോലെ ഒരു രംഗമുണ്ട്. ജീൻ വാൽജിൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ. അയാളുടെ അടുത്ത് ഈ കോടതിയിൽ ചോദിക്കുന്നുണ്ട്, ഹൂ ആർ യു എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ ആം ഹംഗ്രി എന്നാണ് അയാൾ കൊടുക്കുന്ന മറുപടി. ആ രീതിയിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗുകൾ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ വേണ്ടി സാധിക്കും. Characterization nuanced and impactful. Valjean's transformation, Fontaine's tragic sacrifice, Javert's internal conflict, and Cosette's innocence create a compelling emotional core. ഇനി ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ കാസ്റ്റിംഗ് ഉൾപ്പെടെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് വാൽജിൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ഫാൻറ്റൈൻ്റെ കാര്യത്തിലുള്ള സാക്രിഫൈസ് ആണ്. ഇനി ജാവേർട്ടിന് കാണിക്കാനുള്ളത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഈ അയാൾ വിശ്വസിച്ചിരുന്നിട്ടുള്ള നീതി എന്നുള്ള സംവിധാനവും വാൽജിൻ്റെ ജീവിതത്തിൽ അയാൾ മനസ്സിലാക്കുന്ന കാര്യവും, അപ്പോൾ ആ മാനസിക സംഘർഷം അതൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി കൊസെറ്റ് ആണെങ്കിൽ ഒരു 17 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ നിഷ്കളങ്കയായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബിഷപ്പ് മിറിയാൽ ഇൻ ലേ മിസറബിൾസ്? ഇനി ആ ബിഷപ്പിൻ്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റലിസ്റ്റ് ഫോർ വാൽജിൻസ് റിഡംഷൻ. ഹിസ് ആക്ട് ഓഫ് ഫോർഗീവ്നെസ് ആൻഡ് ട്രസ്റ്റ് ഇൻസ്പയർസ് വാൽജിൻ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഹിസ് ക്രിമിനൽ പാസ്റ്റ് ആൻഡ് എംബ്രേസ് എ ലൈഫ് ഓഫ് ഗുഡ് ഡീഡ്സ്. ഈ വാൽജിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നത് ഈ ബിഷപ്പിൻ്റെ പ്രവൃത്തിയാണ്. ആ രീതിയിൽ ഈ പ്ലോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബിഷപ്പിൻ്റെ റോൾ ഉള്ളത്. റെപ്രസെൻറ്റ്സ് കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്.
Muriel embodies a higher moral standard, challenging the harshness of the justice system and advocating for individual redemption. ഇനി ആ നാട്ടിൽ നിലനിൽക്കുന്ന ജസ്റ്റിസ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ക്രൂവലായിട്ടുള്ള പനിഷിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിമ്പിളായിട്ടാണ് അവിടെ ഈ ബിഷപ്പ് വരുന്നത്. കാരണം ഈ ബിഷപ്പിന് ഒരു ദിവസം കൊണ്ട് ഈ വാൽജിൻ എന്ന് പറയുന്ന മനുഷ്യനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. 19 വർഷം ഇയാൾ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചത് കൊണ്ട് ആ നിയമവ്യവസ്ഥയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ ബിഷപ്പ് കാണിക്കുന്നുണ്ട്. Symbol of hope and faith. His influence on Valjean demonstrates the power of love and forgiveness to transform lives. ഇനി അയാൾ ഒരു ഹോപ്പിൻ്റെ, പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും സിമ്പലാണ്. കാരണം ഈ വാൽജിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ ഒരു ഫോർഗീവ്നെസ് കൊണ്ടും സ്നേഹം കൊണ്ടും അയാൾ മാറ്റിയെടുക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് മനുഷ്യരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു സിമ്പലായിട്ട് കൂടി ബിഷപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഹൗ ഈസ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പോർട്രേഡ് ഇൻ ദ മൂവി? ഇനി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന കാലത്താണ് ഈ കഥയുള്ളത്. അതെങ്ങനെയാണ് സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്? ഷോൺ ത്രൂ പോവർട്ടി, സോഷ്യൽ അൺറെസ്റ്റ് ആൻഡ് ഹാർഷ് വർക്കിംഗ് കണ്ടീഷൻസ് depicts the struggles of working class during a period of rapid industrialization. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സമയത്ത് വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പ്രയാസങ്ങൾ, അവർക്ക് ജോലി സമയം കൂടുതൽ ചെയ്യേണ്ടി വരുന്നത്, അവർക്ക് മെച്ചപ്പെട്ട കൂലി ലഭിക്കാത്തത്, അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ തെരുവിലൊക്കെ ഇങ്ങനെ ഭക്ഷണം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ തെരുവിൽ പാചകം ചെയ്യുക, തെരുവിൽ കിടന്നുറങ്ങുക, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു ദാരിദ്ര്യവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റ്സ് എ ബാക്ക്ഡ്രോപ്പ് ഫോർ ദ ക്യാരക്ടേഴ്സ് സ്ട്രഗിൾസ്. ദ സൊസൈറ്റൽ ഇനീക്വാലിറ്റീസ് ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് കോൺട്രിബ്യൂട്ട് ടു ഫാൻറ്റൈൻസ് ഡെസ്പിറേഷൻ. ഇനി ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അവസ്ഥകൾക്ക് കാരണമായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാൻറ്റൈൻ്റെ കാര്യത്തിൽ അവളുടെ ഒരു മകളിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതൊക്കെ ഒരു ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. Serves as a commentary on societal injustice. The film subtly critiques the exploitation of workers and the widening gap between rich and poor. ഇനി ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ പണക്കാരാവുകയും കുറച്ച് ആളുകൾ പാവപ്പെട്ടവരായിട്ട് വരികയും ചെയ്യുന്ന ഒരു ചിത്രം ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ കുറേ കുട്ടികൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ക്രാപ്പൊക്കെ പെറുക്കി നടക്കുന്ന പോലെയുള്ള ഒരു രംഗങ്ങളും അതുപോലെ തന്നെ തെരുവിൽ ഉറങ്ങുന്ന ആളുകളുടെയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ പോവർട്ടിയുടെയൊക്കെ ഒരു കാലഘട്ടമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹൗ ഡസ് ജാവേർട്ട് റിയാക്ട് വെൻ വാൾജിൻ സേവ്സ് ഹിസ് ലൈഫ്? വൈ? ഇനി ആ വിപ്ലവകാരികൾ ഇയാളെ കൊല്ലാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് ഈ വാൾജിൻ ഈ ജാവേർട്ടിൻ്റെ ജീവൻ രക്ഷിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് ജാവേർട്ട് റിയാക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനീഷ്യലി കൺഫ്ലിക്റ്റഡ്, ജാവേർട്ട്സ് റിജിഡ് മോറൽ കോഡ് ഡിക്റ്റേറ്റ്സ് ക്യാപ്ചറിങ് വാൾജിൻ, ബട്ട് വാൾജിൻസ് ആക്ട് ഓഫ് മേഴ്സി ത്രോസ് ഹിസ് വേൾഡ് വ്യൂ ഇൻ ടു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇയാളുടെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ മോശക്കാരാണ്, അവരെല്ലാ കാലത്തും മോശക്കാർ തന്നെയായിരിക്കും, കുറച്ച് ആളുകൾ നല്ല ആളുകളാണ്, അവരെല്ലാ കാലത്തും നല്ല ആളുകൾ തന്നെയായിരിക്കും എന്നുള്ളൊരു വ്യൂ ആണ്. ഒരാൾക്ക് മാറ്റം വരാൻ കഴിയും എന്നുള്ള കാര്യമൊന്നും അയാൾ അംഗീകരിക്കുന്നില്ല. ഇയാളുടെ ഈ ഒരു വ്യൂ ഈ വാൾജീൻ ഇയാളെ കൊല്ലാമാവുന്ന ഒരു അവസരത്തിൽ അയാളെ കൊല്ലാതെ വെറുതെ വിടുന്ന സമയത്ത് ബാധിക്കുന്നുണ്ട്. അയാളുടെ മൊത്തം പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിട്ടാണ് അയാൾക്കത് അനുഭവപ്പെടുന്നത്. Internal struggle. He experiences a crisis of faith, questioning his own understanding of justice and the concept of good and evil. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺഫ്ലിക്റ്റാണ് അയാൾക്കകത്തുള്ളത്. അയാളുടെ ഗുഡ് ആൻഡ് എവിൾ എന്നുള്ള കൺസെപ്റ്റിനെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ആ സംഭവം അയാൾക്ക് ഉണ്ടാവുന്നത്. Ultimately leads to his demise. Unable to reconcile his loyalty to the law with Valjean's compassion, he chooses to release Valjean but then takes his own life. അയാളുടെ ഒരു അവസാനത്തിലേക്കും അത് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ വാൾജിൻ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അയാൾക്ക് വാൾജിൻ്റെ ഒരു സ്നേഹവും കരുണയും എല്ലാം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അയാളെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. എന്നാൽ നിയമത്തോടുള്ള നിയമവ്യവസ്ഥയോടുള്ള അയാളുടെ ലോയൽറ്റി കാരണം കൊണ്ട് ഇയാൾ വെറുതെ വിടാനും കഴിയുന്നില്ല. ആ ഒരു കൺഫ്ലിക്റ്റിനകത്ത് അയാൾ വാൾജിനെ മോചിപ്പിച്ചിട്ട് സ്വയം ജീവനെടുക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ സെൻട്രൽ തീംസ് ഓഫ് ദ മൂവി ലെ മിസറബിൾസ്? ഇനി മൂവിയിലെ പ്രധാനപ്പെട്ടുള്ള തീംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിഡംഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ദ ഫിലിം എക്സ്പ്ലോർസ് ദ പോസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ചേഞ്ചിങ് ദിയർ ലൈഫ്സ് ആൻഡ് എസ്കേപ്പിംഗ് ദിയർ പാസ്റ്റ്, എക്സംപ്ലിഫൈഡ് ബൈ വാൾജീൻസ് ജേണി.
ഒന്ന് റിഡംഷൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഒരാൾ എല്ലാ കാലത്തേക്കും മോശമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആളുകൾക്ക് മാറ്റം ഉണ്ടാവാം, അവർക്ക് പുതിയ രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു തീം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആൻഡ് മേഴ്സി റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഇൻഡിവിജ്വൽ കേസസ്. മറ്റൊന്ന് ജസ്റ്റിസ് ആൻഡ് മേഴ്സിയാണ്. നമുക്കറിയാം അവിടുത്തെ ഒരു സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് ആണ്. ആളുകളെ നന്നാക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ഉള്ളത്, ആളുകളെ ശിക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അപ്പോൾ അങ്ങനെയാണോ വേണ്ടത്, ആളുകളെ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റുകയല്ലേ വേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ലവ് ആൻഡ് സാക്രിഫൈസ് അണ്ടർസ്കോർസ് ദ പവർ ഓഫ് ദീസ് ഫോഴ്സസ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച് ആൻഡ് ഇൻസ്പയർ അതേഴ്സ്. ഈ ബിഷപ്പ് വാൽജീനോട് കാണിക്കുന്ന സ്നേഹം, വാൽജീൻ ഇതുപോലെ കൊസറ്റിനോട് കാണിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതിലൂടെ അവരിൽ നന്മ കൊണ്ടുവരാനും അവരിൽ മാറ്റം കൊണ്ടുവരാനും കഴിയും എന്നുള്ളൊരു തീം അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് സൊസൈറ്റൽ പ്രഷേഴ്സ് ഹൈലൈറ്റ്സ് സ്ട്രഗിൾസ് ഓഫ് ദ അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ക്രിട്ടിക്സ് ഇൻജസ്റ്റിസസ് ഇൻഹറന്റ് ഇൻ സെർട്ടൻ സിസ്റ്റംസ്. മറ്റൊന്ന് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. ഈ ഒരു വിപ്ലവത്തിൻ്റെ ഒരു സാഹചര്യവും അന്നത്തെ കാലത്ത് ആ തെരുവിലുള്ള ജീവിതങ്ങളുടെ അവസ്ഥയൊക്കെ ആ സിനിമയ്ക്കകത്ത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതൊരു തീമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല പാവപ്പെട്ട ആളുകളെ ശിക്ഷിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സിസ്റ്റം ഉള്ളത് എന്നുള്ളൊരു തീം കൂടി ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ലവ് കോൺക്വേഴ്സ് ഓൾ ആസ് ദി സെൻട്രൽ തീം ഓഫ് ലേ മിസറബിൾസ്. സ്നേഹം എല്ലാത്തെയും കീഴടക്കുന്നു എന്നുള്ളൊരു തീം ഈ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലവ് ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് റിഡംപ്റ്റീവ് ഫോഴ്സ്. ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സ് എന്ന രീതിയിലാണ് ഇവിടെ സ്നേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബിഷപ്പ് മെറിയൽസ് ലവ് സെർവ്സ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ വാൽജീൻസ് റിഡംഷൻ. ഈ പ്ലോട്ടിൽ തന്നെ മെയിനായിട്ട് വരുന്നത് ബിഷപ്പ് ഈ വാൽജീൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹം, ദയയുണ്ട്. അത് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ഫാൻറ്റൈൻസ് ലവ് ഫോർ ഹെർ ഡോട്ടർ കൊസെറ്റ് ലീഡ്സ് ഹെർ ടു സാക്രിഫൈസ് എവറിത്തിങ് ഫോർ ഹെർ. ഫാൻറ്റൈൻ തൻ്റെ മകളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവളുടെ ജീവിതകാലം മുഴുവൻ അവളിങ്ങനെ ദുരിതത്തിൽ പെട്ടുകൊണ്ട് ജോലി എടുത്തുകൊണ്ട് ഈ കിട്ടുന്ന പണം മുഴുവൻ മകൾക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിൽ അവൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അവിടെ ഈ ലവ് എന്നുള്ളൊരു തീം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വാൽജീൻസ് ലവ് ഫോഴ്സസ് ജാവേർ ടു ചേഞ്ച് ഹിസ് പെർസെപ്ഷൻ ഓഫ് ജസ്റ്റിസ്. കൂടാതെ വാൽജീൻ ഈ ജാവേർട്ടിനടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അയാളെ കൊല്ലാമായിരുന്ന സാഹചര്യത്തിൽ അയാളെ കൊല്ലാതെ വെറുതെ വിടുന്ന സമയത്ത് അയാളുടെ ലോകവീക്ഷണത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് അതവിടെ വരുന്നുണ്ട്. ദ മൂവി ഹൈലൈറ്റ്സ് ദ പവർ ഓഫ് ലവ് ആൻഡ് ഫോർഗീവ്നെസ് എബവ് ഓൾ. പൊതുവിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന കാര്യം ദ പവർ ഓഫ് ലവ് ആൻഡ് ഫോർഗീവ്നെസ്, അതായത് സ്നേഹം കൊണ്ട് എങ്ങനെ മനുഷ്യരെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള സ്നേഹത്തിൻ്റെ ഒരു ശക്തി എന്നുള്ളതാണ് ഒരു തീമായിട്ട് ഇതിനകത്ത് വരുന്നത്. ആ രീതിയിൽ ലവ് കോൺക്വേഴ്സ് ഓൾ എന്നുള്ളതൊരു സെൻട്രൽ തീമാണ് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലേ മിസറബിൾസ് ആസ് എൻ എംബഡിമെൻറ്റ് ഓഫ് പോസ്റ്റ് റെവല്യൂഷൻ ഫീലിങ്സ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ സാമൂഹിക അവസ്ഥ, അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഫീലിങ്സ്, അതെങ്ങനെയാണ് സിനിമയ്ക്കകത്ത് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മൂവി പോർട്രേറ്റ്സ് ദി ആഫ്റ്റർ മാത്ത് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഓഫ് 1832. 1832 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ലൈക്ക് മാരിയൂസ് ആൻഡ് എൻജുലാസ് reflect the disillusionment and despair felt by many after the failed revolution. ആ വിപ്ലവം പരാജയപ്പെട്ടു. ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജനാധിപത്യവും അതുപോലെ തന്നെ സോഷ്യലിസം ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ അവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പോവർട്ടി, ഇനീക്വാലിറ്റി, ഡിസില്യൂഷൻമെൻറ്റ് വിത്ത് അതോറിറ്റി ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം പെർമിയേറ്റ് ദി സ്റ്റോറി, റിസണേറ്റിംഗ് വിത്ത് പോസ്റ്റ് റെവല്യൂഷൻ ആങ്സൈറ്റീസ്. കൂടാതെ ദാരിദ്ര്യം, അസമത്വം, അതുപോലെ തന്നെ അധികാരികളും ജനങ്ങളും തമ്മിലുള്ള ഒരു അന്തരം, അവർ തമ്മിലുള്ള ഐക്യമില്ലായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉടനീളം കടന്നു വരുന്നുണ്ട്. ആ രീതിയിൽ ഒരു പോസ്റ്റ് റെവല്യൂഷൻ സൊസൈറ്റിയുടെ ഒരു ആങ്സൈറ്റി ഫീലിങ്സ് എല്ലാം ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. The movie explores the challenges of rebuilding society after revolution and the struggle to maintain revolutionary ideals in a post-revolutionary world. മറ്റൊന്ന്, ഒരു റെവല്യൂഷന് ശേഷം ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരാജയപ്പെട്ട വിപ്ലവത്തിന് ശേഷം ആ വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ ആ ജനങ്ങളെ എങ്ങനെ കൊണ്ടു നടക്കുന്നു, അവർ അതുമായിട്ട് പ്രയാസപ്പെടുന്നത് എല്ലാം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു പോസ്റ്റ് റെവല്യൂഷൻ സൊസൈറ്റിയുടെ ചിത്രീകരണം ഈ സിനിമയ്ക്കകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്